ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ പുട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് പുട്ട് പുഴുങ്ങി നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൂടെ ഒരു 5 പേരുള്ള വീട്ടിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് 5 കുറ്റി പുട്ട് എങ്ങനെ പുഴുങ്ങും നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇച്ചിരി റവ കൊണ്ട് ഇച്ചിരി പുട്ട് പുഴുങ്ങിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ റവയാണ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റവയൊന്ന് വറുത്ത് കാണിക്കുക. ഈ റവ നല്ലപോലെ ഒന്ന് വറുത്തെങ്കിൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റവയൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിനി റവ എപ്പോഴും നല്ലപോലെ വറുത്തെടുത്തെങ്കിൽ റവയുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റവ നമ്മൾ നനച്ച് കഴിയുമ്പോൾ ഒരുമാതിരി കട്ട കുത്തി പോലെ ഇരിക്കും നമ്മുടെ പുട്ട്. നമ്മൾ ഈ മേടിക്കുന്ന റോസ്റ്റഡ് റവയാണെന്ന് പറഞ്ഞാലും ആ റവ നമ്മളൊന്നുകൂടെ ഒന്ന് വറുത്തെടുത്തില്ലെങ്കിൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കരുത്. നമ്മൾ കുറ്റിക്കകത്തൊന്നും അല്ല പുഴുങ്ങി, നമ്മളെല്ലാവർക്കും കൂടെ ഉള്ള പുട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് നമ്മുടെ സ്റ്റീമറിനകത്ത് വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുവാണേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ 2 കപ്പ് റവ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതൊരു 4 പുട്ടിനുള്ള റവയുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ പുട്ടിന് നനയ്ക്കുകയല്ലേ, പൊടി നനച്ചെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി. ചെറുതായി നമ്മുടെ ഈ റവയുടെ കളർ ഒന്ന് മാറി വരണം, ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറക്കണം. അപ്പോഴാണ് നമ്മുടെ പുട്ട് നമ്മുടെ അരിപ്പുട്ടിനെയൊക്കെ കാര്യം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ. റവയുടെ പുട്ടിന് പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ചെരിയൊന്നുമില്ല നമ്മൾ പുട്ട് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ റവ അതുകൊണ്ട് നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് റവയൊന്ന് വറുത്ത് എടുത്ത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിത് നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ റവ ഇതുകൊണ്ട് നല്ലപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഞാനിതേ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു പിടി തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ റവപ്പുട്ടിന് നല്ലതാണ് തേങ്ങ എന്തായാലും ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാകും. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത് കുഴയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങയും ഈ പൊടിയും കൂടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പം നല്ലപോലെ ഈ പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇനി ആ തേങ്ങാപ്പാലും ആ റവയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വേണം. പിന്നെ സാധാ നമ്മുടെ നോർമൽ വാട്ടർ വെള്ളം ഒഴിച്ച് പച്ചവെള്ളം തന്നെ ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് ഇങ്ങനെ ഒട്ടും കട്ടയില്ലാതെ നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഇതുകൊണ്ട് നല്ലപോലെ അങ്ങനെ നമ്മുടെ റവയുടെ പുട്ട് ഇതുണ്ടോ പൊടി നമ്മൾ നനച്ചെടുത്തത് ഈ ഒരു പരുവത്തിന് നമ്മുടെ പൊടി അങ്ങനെ നനച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം ആ കറക്റ്റ് വെള്ളം വേണം. റവയുടെ പുട്ടിന് കറക്റ്റ് വെള്ളമായില്ലേ പിന്നെ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പുട്ടായിട്ട് പുഴുങ്ങിയെടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റീമറിനകത്ത് ഇച്ചിരി വാഴയിലേക്ക് ഒന്ന് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടുണ്ടാകുന്നൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ളത് നമ്മൾ ഈ ഓരോ ഗ്ലാസ്സായിട്ട് നിറച്ച് ഇതിനകത്തേക്ക് നമ്മൾ വെക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ എല്ലാവർക്കും ഉള്ള പുട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ അടി തേങ്ങ ഒന്നും ഇടുന്നില്ല. നമ്മളിനിയിപ്പോൾ കൈ കൊണ്ട് ഇടണ്ടാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കോരിയിടാം കേട്ടോ. ഞാൻ കൈ കൊണ്ട് ഇടുമ്പോഴാണല്ലോ നമുക്കൊന്ന് നിറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒത്തിരി അങ്ങ് കുത്തി അമക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് അടച്ചെടുക്കാൻ പാടായിരിക്കും. ഇങ്ങനെ കമത്തി ഇട്ട് കഴിയുമ്പോൾ എടുക്കാനായിട്ട് പാടായിരിക്കും. ഇങ്ങനെ നമുക്ക് ഓരോന്നും നമ്മുടെ ഈ സ്റ്റീമറിനകത്തേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം കണ്ടോ. അപ്പോൾ ഓരോന്നും അങ്ങനെ ഇതുപോലെ ഞാനിത് മൊത്തം ഒന്ന് ഈ ഗ്ലാസ്സിനകത്ത് ഈ പുട്ടൊന്ന് എടുത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ 2 കപ്പ് പൊടിക്ക് നമ്മൾ 4 കുറ്റി പുട്ട് 5 കുറ്റി പുട്ട് നമ്മൾ ഇതെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയവും ലാഭമുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്താ പറയുന്നത് ഗ്യാസും ലാഭമുണ്ട്, സമയം ഒറ്റ ട്രിപ്പിന് നമുക്ക് എല്ലാവർക്കും ഉള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പുട്ടിന് തേങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിലും തേങ്ങാപ്പീരി ഉണ്ടെങ്കിലും നല്ലതായതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം
ഇതേ പുട്ട് നല്ലപോലെ വെന്തു. ഇത് നല്ല അടിപൊളി റവ പുട്ട്. ഇതേ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇതേ റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വിളമ്പി ഒരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആണെങ്കിലും ഒരു 2 പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകാനും നമുക്ക് എല്ലാവർക്കും കൂടെ പോകാനുണ്ട്. ഇത് നമുക്ക് എളുപ്പമല്ല ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഒറ്റ ട്രിപ്പിന് ഒരു 5 കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ അപ്പോൾ നല്ല സൂപ്പർ റവപ്പുട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് അടിപൊളിയാണ്. പുട്ടും പഴമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പുട്ട് പുഴുങ്ങാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റവ കൊണ്ട്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.